എന്തോരം പേടിച്ചാണ് ഞാൻ വന്നത്. അതിനേക്ക് ഒന്നുമല്ലാത്ത രീതിയില് ഡോക്ടർ അതിനെ കൈകാര്യം ചെയ്തു. സാറിനെ കാണാൻ വരുന്നത് ഇങ്ങനൊരു വീഡിയോ കണ്ടിട്ടാണ്. അപ്പൊ 1.5 years ബിഫോർ ആണ് ഫസ്റ്റ് ഇങ്ങനെ ഇത് ഡയഗ്നോസ് ചെയ്തത്, ഓവറിയില് സിസ്റ്റ് ഉണ്ടെന്നുള്ളത്. അപ്പൊ ആദ്യം ഒരു ഡോക്ടറെ കണ്ടിരുന്നു. അവിടെ നിന്നുണ്ടായ ഒരു അൺസാറ്റിസ്ഫാക്ഷൻ ആണ് ഡോക്ടറുടെ അടുത്തേക്ക് എത്താനായിട്ട് കാരണം. നമുക്ക് ഫീൽ ചെയ്തത് വളരെ കൂളായിട്ട് ഇത് അത്ര വലിയ ഇഷ്യൂ അല്ല എന്ന രീതിയിൽ എനിക്ക് തന്നൊരു സപ്പോർട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സർജറി ഫിക്സ് ചെയ്തു. നോർമലി എനിക്കൊരു സർജറിയോടും ഈ പറഞ്ഞ വേദനയോട് പേടിയുള്ള ഒരാളായിരുന്നു. നമ്മൾ അഡ്മിറ്റ് ആയി, ഇഞ്ചക്ഷൻ വരെ പേടിയുള്ളതാണ്. പക്ഷെ നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയ സമയത്തും അത് സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ടൈമിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നും ഫീൽ ചെയ്തില്ല. കൂടെ നിന്ന സിസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. എന്തോരം പേടിച്ചാണ് ഞാൻ വന്നത്. അതിനേക്ക് ഒന്നുമല്ലാത്ത രീതിയില് ഡോക്ടർ അതിനെ കൈകാര്യം ചെയ്തു. പിന്നെ ശശികല മാഡം വന്ന് കണ്ടു, സ്നേഹപൂർവ്വമാണ്. പിന്നെ നമ്മളെ നോക്കുന്ന രീതിയും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തന്നതാണ്. എനിക്ക് ഏറ്റവും അക്ഷയ് സാറിനോട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഞാൻ പൊതുവെ ടെൻഷനുള്ള ഒരാളാണ്. അപ്പൊ ഇതൊന്നും അല്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തെല്ലാം ഒരുപാട് സംസാരിച്ചിട്ടൊന്നുമില്ല ഡോക്ടറുടെ. പക്ഷെ നമുക്ക് ആ കിട്ടുന്ന കുറച്ച് സമയം ഡോക്ടർ ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണെന്ന രീതിയിൽ നമ്മളെ അത് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ആണെങ്കിലും ഇത്രയും ദിവസമായിട്ടാണെങ്കിലും എനിക്ക് വളരെയധികം അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ പെയിനോ ഒന്നും തോന്നാത്ത രീതിയിൽ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഒരു നീറ്റ് ആയിട്ടുള്ള അന്തരീക്ഷം. പൊതുവെ ഹോസ്പിറ്റലില് കണ്ടാൽ വളരെ നീറ്റാണ്, എല്ലാം ഭയങ്കര ക്ലിയർ ആയിട്ട് എല്ലാം നോക്കുന്നതും ഒക്കെ എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്.